الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനും മരിക്കുവാനും നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തുൻ നിസായിലെ 69-ാമത്തെ വചനമാണ് ഞാൻ ഓതിച്ചത്. 4-ാമത്തെ അധ്യായമാണ് നിസാ എന്ന് നമുക്കറിയാം. അതിന്റെ അർത്ഥം റസൂല, ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ ഒപ്പമായിരിക്കും. ആരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്? ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായത്? മിനൻ നബിയ്യീൻ, പ്രവാചകന്മാർ, വസ്സിദ്ദീഖീൻ, സത്യസന്ധന്മാർ, വശുഹദാ, രക്തസാക്ഷികൾ, വസ്സാലിഹീൻ, സജ്ജനങ്ങളായ ആളുകൾ, വഹസുന ഉലൈക റഫീഖ, ഇവരൊക്കെ എത്ര നല്ല കൂട്ടുകാരാണ് എന്നാണ് ഈ വചനത്തിന്റെ സാരം. ഇത് അവതരിക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. സൗബാൻ എന്ന പേരിൽ, റളിയല്ലാഹു അൻഹു എന്ന പേരിൽ പ്രവാചകന് ഒരു അനുചരനുണ്ടായിരുന്നു, സഹാബി ഉണ്ടായിരുന്നു. പ്രവാചകനെ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാവരും സഹാബത്തൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഈ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പ്രവാചകനെ. അങ്ങനെ കാണാതായി പ്രവാചകൻ വല്ല യാത്രയിലോ അതുപോലെ എവിടെങ്കിലും ആയി കഴിഞ്ഞാൽ ഒപ്പം പോകുന്നില്ലെങ്കിൽ, പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ, അദ്ദേഹം മെലിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. മുഖം അങ്ങേയറ്റം വിളറിപ്പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ കാണുമ്പോഴേ ആ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സഹാബിയായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, താങ്കൾ എനിക്ക് എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. വ ഇന്നക ല അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി, താങ്കൾ തീർച്ചയായും എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടയാളാണ്.
വഇന്നക അഹബ്ബു ഇലയ്യ മിൻ വലദി, എൻ്റെ മക്കളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന്. വഇന്നി ലഅകൂനു ഫിൽ ബൈത്ത്, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഫഅദ്കുറുക, ഞാൻ അങ്ങയെക്കുറിച്ച് ഓർക്കും. ഫമാ അസ്ബിറ ഹത്താ ആതീക ഫഅൻദുറ ഇലൈക, ഞാൻ അങ്ങയുടെ അടുക്കൽ വന്ന് അങ്ങയെ ഒന്ന് കാണുന്നത് വരെ എനിക്ക് സഹിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒപ്പം പറഞ്ഞു വഇന്നി ദകർതു മൗതി വ മൗതക, ഞാൻ എന്റെയും താങ്കളുടെയും മരണത്തെ കുറിച്ച് ഓർത്തു. അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്നത റുഫിഅത മഅൻ നബിയ്യീൻ, അങ്ങ് മരണപ്പെട്ടു പോയാൽ സ്വർഗത്തിൽ പ്രവാചകന്മാരോടൊപ്പം ഉന്നതമായ പദവിയിലേക്ക് അങ്ങ് ഉയർത്തപ്പെടും. വഇന്നി ഇദാ ദഖൽതുൽ ജന്ന, ഇനി ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക, എന്നാൽ തന്നെ ഖശീതു അല്ലാ അറാക, അങ്ങയെ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ബേജാറും ഭയവും എനിക്കുണ്ട്. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വിശദീകരിക്കുന്നതിൽ എല്ലാവരും കേട്ടല്ലോ. ഫലം തറുദ്ദ അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ, ഈ പറഞ്ഞതിന് ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മറുപടിയും പറഞ്ഞില്ല. പ്രവാചകൻ നിശബ്ദനായിരുന്നു. ഹത്താ നസല ജിബ്രീലു അലൈഹിസ്സലാം ബിഹാദിഹിൽ ആയ, ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തുൻ നിസായിലെ 69ാമത്തെ വചനവുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പ്രവാചകനെ ഓതി കേൾപ്പിച്ചു. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസന ഉലൈക റഫീഖ. ഈ വചനം സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു. സമാധാനമായി. എന്താണ് ആ സമാധാനത്തിന് കാരണം? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ അവരുടെ പദവി പ്രവാചകന്മാരോടും രക്തസാക്ഷികളോടും സജ്ജനങ്ങളോടും ഒക്കെ ഒപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അങ്ങനെ ഉണ്ടാവില്ലേ എന്നൊരു ഭയപ്പാട് പ്രവാചകനോട് വെച്ചപ്പോൾ, പ്രവാചകന്റെ മുമ്പിൽ വിശദീകരിച്ചപ്പോഴാണ് ഈ വചനം ഇറങ്ങിയത് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ സൗബാൻ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോടുണ്ടായിരുന്ന സ്നേഹം ജീവിതകാലത്തെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ ഒപ്പം ഉണ്ടാകണമെന്ന ആഗ്രഹവും എത്ര വലുതായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു സംഭവം, അബ്ദുല്ലാഹി ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു ആണ് അത് പറയുന്നത്. ഒരിക്കൽ മഹാനായ ഉമർ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉണ്ട് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഉമർ റളിയല്ലാഹു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ആ ഉമറിന്റെ ഒക്കെ സൗഭാഗ്യം ഒന്ന് ആലോചിച്ചു നോക്കും. പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രവാചകനോടൊപ്പം. അപ്പോൾ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതനെ, ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എനിക്ക് അങ്ങയോട് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. എന്റെ ശരീരത്തെക്കാൾ, എന്റെ ശരീരത്തിനെ ഒഴികെ, എന്റെ ശരീരം ഒഴിച്ച് ബാക്കി എല്ലാറ്റിനേക്കാളും, ഞാനെന്ന അല്ലെങ്കിൽ എന്റെ ജീവൻ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടവും സ്നേഹവും ഉള്ളത് അങ്ങയോടാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സി, നിന്റെ ശരീരത്തെക്കാൾ കൂടുതൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നത് വരെ നീ ഒരിക്കലും എന്നോട് ഇഷ്ടമുള്ളവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആൻ, അങ്ങനെയാണെങ്കിൽ എന്നെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങ് തന്നെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോൾ നീ ശരിയായ എന്നോട് ഇഷ്ടമുള്ളവനും സ്നേഹമുള്ളവനുമായി തീർന്നു. അതാണ് ആ സംഭവം.
ഇങ്ങനെയുള്ള ഒരു 100 സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിനുണ്ടായിരുന്ന സ്നേഹം ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്, തുല്യതകളില്ലാത്തതാണ്. സ്വന്തം ജീവനേക്കാൾ, കുടുംബത്തെക്കാൾ, മക്കളെക്കാൾ, സമ്പത്തിനേക്കാൾ, എല്ലാറ്റിനേക്കാളും സഹാബത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും സ്നേഹവും പ്രവാചകനോട് തന്നെയായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി സൗർ ഗുഹയിൽ ഇരിക്കുന്ന രംഗം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതും ആ സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന കാര്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. മദീനയിലേക്കുള്ള ഹിജ്റ വേളയിൽ ഏതാനും ദിവസം സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. ഗുഹ വൃത്തിയാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ആ ഗുഹയുടെ ചുറ്റും ചെറിയ ചെറിയ കുഴികളുണ്ട്, ദ്വാരങ്ങളുണ്ട്, മാളങ്ങളുണ്ട്. കയ്യിലുണ്ടായിരുന്ന തുണി വലിച്ചു കീറി എല്ലാ മാളങ്ങളും അടച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അതിന്റെ ഉള്ളിൽ കയറി. അപ്പൊ നോക്കുമ്പോൾ ഒരു മാളം ഒഴിഞ്ഞു കിടക്കുന്നു, അത് അടയ്ക്കാൻ തുണിയില്ല. എന്നാൽ അത് അടയ്ക്കാം. എന്തുകൊണ്ട്? സ്വന്തം കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചു. മാളത്തിൽ നിന്നൊരു വിഷ ജന്തു, പാമ്പ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കൊത്തി. കാലനക്കിയില്ല. അനങ്ങിയാൽ തന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ക്ഷീണിതനായ പ്രവാചകൻ ഉണർന്നു പോകും. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ പാമ്പിന്റെ കടിയേറ്റ് വേദന കൊണ്ട് പുളഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി പ്രവാചകന്റെ മുഖത്തേക്ക് വീണപ്പോൾ, കണ്ണുനീർ തുള്ളിയുടെ ചൂട് തട്ടിയപ്പോൾ പ്രവാചകൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ കരയുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ സംഭവം പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ അല്പം തുപ്പുനീര് പുരട്ടി പ്രാർത്ഥിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്തു, അവസാനിച്ചു. ഉഹദ് യുദ്ധം നടക്കുന്നു. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളഞ്ഞാക്രമിക്കുകയാണ്. അമ്പെയ്തും വാളുകൾ കൊണ്ട് വെട്ടിയും ഒക്കെ. ഈ അമ്പുകളും ഈ വാളുകളുടെ വെട്ടും ഒന്നും പ്രവാചകന്റെ മേനിയിലേക്ക് എത്താത്ത നിലയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കവചമായി, ഒരു പരിചയായി ഒരു സഹാബി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു. തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേർക്ക് വരുന്ന അമ്പുകൾ ഓരോ കൈ കൊണ്ട് ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ ഇക്കൈ കൊണ്ട് തടക്കും, ഇവിടുന്ന് വരുമ്പോൾ ഇക്കൈ കൊണ്ട് തടയും, വെട്ടും. അങ്ങനെ തന്നെ അവസാനം ചരിത്രം രേഖപ്പെടുത്തുന്നു, കൈകളിൽ അമ്പുകൾ വന്ന് തറച്ചിട്ട് കയ്യിന്റെ ശക്തി ക്ഷയിച്ചുപോയി. അവസാനം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവുകൾ മുഴുവനും പ്രവാചകന്റെ മേനിയിലേക്ക് എത്തേണ്ടതായിരുന്നു, അനുവദിച്ചില്ല. ഇതും ഒരു പ്രവാചക സ്നേഹമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം, സ്നേഹം? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് പ്രവാചകനോടുണ്ടായിരുന്ന ഇഷ്ടം ഞങ്ങളുടെ ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, സമ്പത്തിനേക്കാൾ, കുടുംബത്തെക്കാൾ, പോരാ ദാഹിച്ച് പരവശനാകുമ്പോൾ കിട്ടുന്ന തണുത്ത വെള്ളത്തേക്കാൾ ഞങ്ങൾക്കിഷ്ടം പ്രവാചകനോടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക സ്നേഹത്തെ കുറിച്ചുള്ള വാക്കുകളാണ്. മഹാനായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ ബന്ധനസ്ഥരാക്കി വധിക്കാനുള്ള ഒരുമ്പടൽ, ശരീരത്തിലെ ഓരോ അവയവവും വെട്ടിമാറ്റുക. മാറ്റുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഈ സ്ഥാനത്ത് നീ സ്നേഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന, നീ അംഗീകരിക്കുന്ന മുഹമ്മദ് ആവുകയും നിന്നെ നിന്റെ കുടുംബത്തിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ തന്നെയാണ് സത്യം. എന്റെ ജീവൻ രക്ഷപ്പെടുന്നതിന് പകരമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ
ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഏതാരെന്നോ നിങ്ങൾ ഓർക്കണം, ബന്ധനസ്ഥനാണ് ശത്രുക്കളുടെ കയ്യിൽ, വെട്ടിമാറ്റുകയാണ് അവർ തന്നെ. അപ്പൊ പറഞ്ഞ വാക്കാണത്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും മടങ്ങുന്ന വാർത്ത മദീനയിലെത്തി. ഒരു അൻസാരി വനിത, ദീനാരിയ എന്നാണ് അത്ര ആ മഹതിയുടെ പേര്. വേറെ പേരുകളും ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഏതോ ആകട്ടെ, ഏറിലല്ല പ്രശ്നം. ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓരോരുത്തരും ഇങ്ങനെ പോകുമ്പോഴും. അവർക്ക് കാണേണ്ടത് പ്രവാചകനെയാണ്. പ്രവാചകനെയാണ് അവർക്ക് കാണേണ്ടത്. ഓരോരുത്തരും അവരുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോരുത്തരും പറയുന്ന വാക്ക് എന്താണെന്നറിയോ? സന്തോഷകരമായ വാർത്തയല്ല പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ ഉപ്പ, നിന്റെ ഭർത്താവ്, നിന്റെ മകൻ, മൂന്നാളും രക്തസാക്ഷിയായ ഉഹദിൽ ഒരു പ്രതികരണവും ഇല്ല. ആ ചോദ്യം എന്താ പറയുക? കൈഫ ഹാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ? ഇത് മാത്രമേ ആ സ്ത്രീക്ക് ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാരും മറുപടി പറഞ്ഞു, റസൂലിന് പ്രശ്നമൊന്നുമില്ല, റസൂല് വരുന്നുണ്ട്. വിശ്വസിക്കാനായില്ല. അവസാനം റസൂല് മുന്നിൽ വന്നപ്പോൾ ആ സ്ത്രീ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ജീവനോടെ രക്ഷപ്പെട്ടുവെങ്കിൽ എനിക്ക് സംഭവിച്ച നഷ്ടങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ആര്? വാപ്പ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, മകൻ മരണപ്പെട്ടു. ഒന്ന് ചിന്തിക്കൂ സഹോദര, ആ സന്ദർഭത്തിൽ ഒരു സ്ത്രീയുടെ നാവിൽ നിന്ന് ഇങ്ങനൊരു പ്രവാചക സ്നേഹത്തിന്റെ വാക്ക് വരണമെങ്കിൽ എന്തായിരുന്നു അവരുടെ ഒക്കെ പ്രവാചക സ്നേഹം എന്നൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരി, സഹോദര. നമ്മളൊക്കെ പ്രവാചകനെ സ്നേഹിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ആൾക്കാരാണല്ലോ. സവാദ് എന്ന് പറയുന്ന ഒരു സഹാബി ബദർ യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ അണികളെ ശരിയാക്കിയാണ്. സൈന്യത്തെ നിർത്തിയിട്ട് ഇങ്ങനെ സൈന്യത്തെ നിരനിരയാക്കി നിർത്തിയിട്ട് സഫ് ശരിയാക്കുകയാണ്. അപ്പൊ ഈ സവാദ് എന്ന് പറയുന്ന സഹാബി ഒരല്പം മുമ്പോട്ട് കയറി നിന്നു. റസൂലിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് വയറ്റിൽ ഒരു കുത്തു കൊടുത്തു. നീക്ക് പറഞ്ഞു. അദ്ദേഹം മാറി നിന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എന്റെ പള്ളയിൽ കുത്തി എനിക്ക് പ്രതികാരം ചെയ്യണം. എല്ലാരും അന്തം വിട്ടു. സഹാബത്ത് മുഴുവൻ അന്തം വിട്ടു. ഇയാൾ എന്താ ഈ ചോദിക്കുന്ന പ്രവാചകനോട്? അപ്പൊ പ്രവാചകൻ, ശരി, നിനക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ആ പ്രതികാരത്തിന് ഞാൻ തയ്യാറാണ്. അടുത്തേക്ക് ചെന്നപ്പോൾ സവാദ് പറഞ്ഞു, പ്രവാചകരെ, എന്റെ നഗ്നമായ പള്ളയിലാണ് അങ്ങ് കുത്തിയത്. എനിക്ക് അങ്ങയുടെ നഗ്നമായ പള്ളയിൽ കുത്തണം. ആ ഷർട്ട് മാറ്റാൻ പറഞ്ഞു. പ്രവാചകൻ ആ ഷർട്ട് ഇങ്ങനെ പൊക്കി. എല്ലാരും വിചാരിക്കുന്ന മനുഷ്യൻ കുത്താൻ പോകണം. അല്ല, പ്രവാചകനെ കെട്ടിപ്പിടിച്ച ആ പള്ളയിൽ ചുംബനങ്ങൾ അർപ്പിച്ചു. അതിനായിരുന്നു അത്, ആ ശരീരം ഒന്ന് കിട്ടാൻ വേണ്ടി. ഇതൊക്കെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണെന്ന് നാം മനസ്സിലാക്കുക. ഇതൊക്കെ പ്രവാചകന്റെ അനുയായികളെ കുറിച്ച് പറയുന്ന വാക്കുകളല്ലേ? കേട്ടോളി നിങ്ങൾ. പ്രവാചകന്റെ ബദ്ധവൈരികൾക്ക് പോലും പ്രവാചകന്റെ അനുയായികൾക്കുണ്ടായിരുന്ന സ്നേഹവും ആദരവും ബഹുമാനം കൊണ്ട് അന്തം വിട്ടുപോയിട്ടുണ്ട്. ഹുദൈബിയ സന്ധി, ഖുറൈശികളുടെ ദൂതനായി പ്രവാചകന്റെ ക്യാമ്പിലേക്ക് അയച്ചത് ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന മനുഷ്യനെയാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് പ്രവാചകന്റെ ക്യാമ്പിൽ അനുയായികളോടൊപ്പം അവിടെ എത്തി. എന്നിട്ട് തിരിച്ച് ഖുറൈശികളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞാൻ
പേർഷ്യൻ രാജാവായ കിസ്രയുടെയും റോമൻ ചക്രവർത്തിയായ കൈസറിന്റെയും കൊട്ടാരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു നേതാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് ഖുറൈശികളുടെ അടുക്കൽ ചെന്നാ പറയുന്നത്. ഈ ഉർവത്ത് ഇബ്നു മസ്ഊദ് അദ്ദേഹത്തിന്റെ മനസ്സും പ്രവാചകനോട് അനുയായികൾ കാണിക്കുന്ന സ്നേഹത്താൽ വീർപ്പുമുട്ടിപ്പോയി എന്ന് സാരം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവസാനത്തെ ബാങ്ക് കൊടുത്തത് പ്രവാചകൻ വഫാത്തായ ദിവസത്തെ ആ സുബഹി നമസ്കാരത്തിലാണ്. അതിനുശേഷം പിന്നെ മദീന പള്ളിയിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തില്ല. ആരാണ് ഈ ബിലാൽ? പരിശുദ്ധ കഅബയുടെ മുകളിൽ ഏറ്റവും ആദ്യം കയറി നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരു മനുഷ്യൻ. പക്ഷേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക സ്നേഹം ഹുബ്ബുർ റസൂൽ നമ്മളുടെ ഒന്നും ഹുബ്ബുർ റസൂൽ ആയിരുന്നില്ല. സുബഹിക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ പ്രവാചകന്റെ ശരീരം വെള്ള തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ബാങ്ക് കൊടുക്കാൻ പോയത്. ഒരു കാര്യം ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയട്ടെ നിങ്ങളോട്, പ്രവാചകന്റെ വഫാത്ത് നടന്നത് റബീഉൽ അവ്വൽ 12-നാണ്. ജനനത്തെ കുറിച്ച് വ്യക്തമായ അഭിപ്രായമില്ല. മാസങ്ങളുടെ കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം. റമദാനിലാണെന്ന് ചരിത്രം പറഞ്ഞ ചരിത്രകാരന്മാരുണ്ട്. റബീഉൽ അവ്വൽ തന്നെയാണെങ്കിൽ 12 എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. 11 പറയുന്നു, 13 പറയുന്നു. 7 8 അഭിപ്രായങ്ങളുണ്ട് പ്രവാചകന്റെ ജനനത്തെ കുറിച്ച്, ജന്മത്തെ കുറിച്ച്. മരണത്തെ കുറിച്ച് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, വഫാത്തിനെ കുറിച്ച്. അത് റബീഉൽ അവ്വൽ 12-നാണ്. അപ്പൊ നമ്മൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ? പ്രവാചകന്റെ ഒറ്റ നിമിഷം ആലോചിക്കും പ്രിയമുള്ളവരെ. മറുപടി നിങ്ങൾ കണ്ടെത്തി, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ കടന്നു പോകുമ്പോ കാണുന്ന പ്രവാചകന്റെ വെള്ളത്തുള്ളി കൊണ്ട് മൂടപ്പെട്ട മയ്യത്താണ്. കേറി അല്ലാഹു അക്ബർ പറഞ്ഞു. അതും വളരെ വിറയലോടുകൂടി. അവസാനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 പ്രാവശ്യം കഴിഞ്ഞിട്ട് അശ്ഹദു അന്ന എന്ന് പറഞ്ഞിട്ട് ബിലാലിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വാക്ക് വരുന്നില്ല. ഏത് വാക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്ക് വരുന്നില്ല. അത് പറയാൻ പറ്റണില്ല. അത്രമാത്രം സ്നേഹം. അവസാനം ആ മദീന വിട്ടുപോയി. ഇതാണ് ബിലാലിന്റെ ചരിത്രം, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ. എന്തേ ഇതിനൊക്കെ കാരണം? അവര് പഠിച്ച ഒരു പാഠമുണ്ട് ഖുർആനിൽ നിന്ന്, ഏടുകളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന്, പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന്. അവര് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണ്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദേഹങ്ങളെക്കാളും പ്രവാചകനായിരിക്കണം അവരോട് ഏറ്റവും അടുത്തവൻ, ഏറ്റവും ഉടയവൻ, ഏറ്റവും ഉറ്റവൻ, ഏറ്റവും വലിയ മിത്രം, ഏറ്റവും ഇഷ്ടമുള്ളവൻ. അത് പഠിച്ചു ഖുർആനിൽ നിന്ന്. അതുപോലെ അവര് പഠിച്ചു നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ സമ്പാദിച്ച സ്വത്ത്, നിങ്ങൾക്ക് നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടം, നിങ്ങൾ താമസിക്കുന്ന വലിയ വലിയ കൊട്ടാരങ്ങൾ, രമ്യഹർമ്മ്യങ്ങൾ, ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും വജിഹാദിൻ ഫീ സബീലിഹി, ആ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞതൊക്കെയാണെങ്കിൽ ഫതറബ്ബസു, കാത്തിരുന്നോളി നിങ്ങൾ, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നത് വരെ കാത്തിരുന്നോളാൻ പറഞ്ഞു. അതാണ് അവരെ പഠിപ്പിച്ചത്. അതാണ് പ്രവാചകനുള്ള സ്നേഹം. സ്വന്തത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, ഇണകളെക്കാൾ, അതുപോലെ കച്ചവടത്തെക്കാൾ ഒക്കെ. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് കേട്ടത്. അതുപോലെ അവർ പ്രവാചകനിൽ നിന്ന് പഠിച്ചു. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ, ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു എങ്കിൽ
എന്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ എന്റെ പ്രവാചകൻ എനിക്ക് എന്നെക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, ഈ പ്രപഞ്ചത്തിലുള്ള സർവസ്വത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പ്രവാചകനാകണം, എങ്കിലേ എന്റെ വിശ്വാസം പരിപൂർണമാകുന്നുള്ളൂ എന്ന് പഠിച്ചവരാണ് ആ സഹാബത്ത്. അതുകൊണ്ടാണ് നേരത്തെ ആ കേട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പ്രവാചകൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലൊക്കെ നമുക്കും പ്രവാചകനോടൊപ്പം നിന്ന് ചെയ്യാമായിരുന്നു. ശരിയല്ലേ? ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ പ്രവാചകനോടൊപ്പം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വരും, ഉണ്ടാകും. പക്ഷേ പ്രവാചകൻ നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ എങ്ങനെ ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെ കുറിച്ച് പഠിക്കുക, ആ പ്രവാചകൻ ആരാണെന്ന് അറിയുക, ആ പ്രവാചകനെ കുറിച്ചും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുക, പിൻപറ്റുക. ഇത്തിബാഅ്, അതാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പറയുക പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം, എന്നാൽ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങളും പൊറുക്കും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്നേഹം. അതുപോലെ എന്താണോ മതമായി നമുക്ക് തന്നത്, ഉൾക്കൊള്ളാൻ തന്നത്, അത് പൂർണ്ണമായും ഉൾക്കൊള്ളുക. എന്ത് മാറ്റിവെക്കാൻ പറഞ്ഞോ അത് പൂർണ്ണമായും മാറ്റിവെക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. എന്ത് തന്നോ അത് മുറുകെ പിടിക്കുക, എന്ത് വർജിക്കാൻ പറഞ്ഞോ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് പ്രവാചക സ്നേഹം. പിന്നെ എല്ലാറ്റിനേക്കാളും കൂടുതൽ നമുക്ക് റോൾ മോഡൽ ആകേണ്ടത് പ്രവാചകനാണ്, വേറെ ആരുമല്ല. നടീനടന്മാരല്ല, മറ്റേ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, ആരുമല്ല. നമ്മുടെ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് അല്ലാഹുവിൽ ഉത്തമമായ മാതൃകയുണ്ട്, എന്തിലുമുണ്ട്. വിശ്വാസത്തിൽ, ആരാധനാനുഷ്ഠാന കർമ്മങ്ങളില്, സ്വഭാവ മര്യാദകളില്, സാമ്പത്തിക ഇടപാടുകളില്, നീതി നിർവഹിക്കുന്ന രംഗത്ത്, എന്തൊക്കെയുണ്ടോ, കുടുംബ രംഗത്ത്, സന്താന പരിപാലന രംഗത്ത്, വ്യാപാര രംഗത്ത്, എല്ലാ രംഗങ്ങളിലും ഉത്കൃഷ്ടമായ മാതൃക ആ പ്രവാചകനിലുണ്ട്. അതാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ആ പ്രവാചകൻ നമ്മളോട് എന്തെങ്കിലും അല്ലാഹു റസൂൽ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ സ്വന്തം അഭിപ്രായത്തിന് ഒരു പ്രസക്തിയില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹുവും റസൂലും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് സ്വന്തമായ അഭിപ്രായത്തിന് പ്രസക്തിയില്ല, ഉണ്ടായിക്കൂടാ. അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കലാണ്, ധിക്കരിക്കലാണ്. അങ്ങനെ ചെയ്യുന്നത് വ്യക്തമായ വഴികേടിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു, ഇത് മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിവഴക്കുകയില്ല. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും. റസൂല് പറഞ്ഞു പോയ കാര്യ. പ്രവാചക സ്നേഹം ഇങ്ങനെയൊക്കെ ആകണമെന്നാ പറയുന്നത്. അതുപോലെ പറഞ്ഞു, നിങ്ങൾ എന്റെ കാലശേഷം ജീവിച്ചിരുന്നാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? അലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായ ഏറ്റവും കൂടുതൽ മാതൃകയായി സ്വീകരിക്കാൻ പറ്റുന്ന ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് നിങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അത് മുറുകെ പിടിവത്തബസ്സകൂബിഹ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാ പറഞ്ഞ റസൂല്. ഇതൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ടുള്ള ഒരു പോക്കും ഒരു പ്രവാചകനോടുള്ള മഹബത്ത് ഒന്നും നമുക്ക് കരണീയമല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് സ്നേഹിച്ചിരുന്ന ആ സ്നേഹം എങ്ങനെയോ അത് മതി നമുക്ക്. അതിനപ്പുറവും വേണ്ട, ഇപ്പുറവും വേണ്ട. ആ സ്നേഹമുണ്ടോ എങ്കിൽ നേരത്തെ പറഞ്ഞ
ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ഇവരോടൊപ്പം നമുക്ക് പോകണ്ടേ? സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചേ പറ്റൂ. അവരുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിന്നേ പറ്റൂ. അങ്ങനെയെങ്കിൽ അള്ളാഹു അനുഗ്രഹിച്ച നബിമാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സന്തോഷ വാർത്തയ്ക്ക് നമുക്കും അർഹരാകാം. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു എന്നെയും നിങ്ങളെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഉണർത്തുന്നു. ഹുബ്ബുർ റസൂൽ അഥവാ പ്രവാചക സ്നേഹം എങ്ങനെയായിരുന്നു സഹാബികളുടേതെന്നാണ് ചില ചരിത്ര സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. അവരൊന്നും തന്നെ ഈ റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ ഒരു പ്രത്യേക ആരാധനാ കർമ്മങ്ങളോ ഒരു ആഘോഷ സംവിധാനങ്ങളോ ഒന്നും അവരാരും നടത്തിയിട്ടില്ല. ആ സ്നേഹം പോരെ നമുക്കെന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് കഴിയണ്ടേ? നമുക്കാകെ റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം മുഴുവനും അതിന് യാതൊരു കയ്യും കണക്കൂല. അങ്ങനെ എന്താ പറഞ്ഞുകൊണ്ട് ജന്മദിനമാണ്, സന്തോഷിക്കണം, മദ്ഹ് പറയണം, സലാത്തി ചെല്ലണം. ജന്മദിനത്തിന് മാത്രം സലാത്തി ചെല്ലിയാ മതിയോ റസൂലിന്? ഒരു ദിവസം പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചെല്ലാത്ത, ഒരു ദിവസം പോലും റസൂലിന്റെ അനുഗ്രഹത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു മുസ്ലിം അല്ല. പിന്നെങ്ങനെ ഈ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട, അല്ലെങ്കിൽ ഒരു 12 ദിവസം കൊണ്ട് തീർക്കേണ്ടതാണോ? അത് വ്യാഖ്യാനങ്ങളാ, സലാത്തല്ലേ, മദ്ഹല്ലേ, ഇങ്ങനെയുള്ള രൂപത്തിലാ പോകുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നമ്മൾ നോക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജന്നത്ത് ദിവസത്തെ സംബന്ധിച്ചുള്ള യാതൊരു അഭിപ്രായ സമന്വയവും ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിക്കുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാ. ആകെ ഉള്ളത് എന്താണെന്ന് അറിയാം, ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. സുഇലാൻ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി ഉലിത്തു ഫീഹി വഫീഹി ഉൻസില അലയ്യ, 2 കാര്യം പറഞ്ഞത്. ആ ദിവസമാണ് ഞാൻ ജനിച്ചത്, തിങ്കളാഴ്ച. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ആ ദിവസത്തിലാണ് ഖുർആൻ എനിക്ക് അവതരിച്ചു തുടങ്ങിയത്, അതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പരമാവധി പറഞ്ഞാൽ തിങ്കളാഴ്ചക്കാണ് ആ പ്രത്യേകത. അത് തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 എല്ലാ വർഷവും റബീഉൽ അവ്വലിലല്ലത്, എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ചയുണ്ട്. ആ തിങ്കളാഴ്ചകളിൽ പ്രവാചകൻ സുന്നത്താക്കിയ ഒരു കാര്യമുണ്ട്, അത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അന്നും വയറ് നിറച്ച് തിന്നാനോ ആഘോഷത്തോടെ തുള്ളിച്ചാടാനോ റാലി നടത്താനോ ഒന്നും അല്ല അന്നും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കാത്ത കൊണ്ടാണ് പലതിലേക്ക് നമ്മൾ പോകാൻ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം പ്രവാചകനായി ജീവിച്ചു. ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നമുക്ക് കാണാൻ കഴിയുമോ? പോട്ടെ, 30 വർഷം ഭരണം നടത്തി ഖലീഫമാർ. നേരത്തെ ഞാൻ പറഞ്ഞ ഖലീഫമാരാണ് അവര്. ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച 55 വർഷത്തോളം ജീവിച്ചു പ്രവാചകന്റെ പ്രിയ പത്നിമാർ. 100 വർഷം ജീവിച്ചു പ്രവാചകന്റെ സഹാബത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ആ സഹാബത്തിനെ പിൻപറ്റിയ താബിഉകൾ, അവരെ പിൻപറ്റിയ തബഉ താബിഉകൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഇവരാരും തന്നെ ഇങ്ങനെ ഒരു സംവിധാനത്തിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ നമുക്കിത്? അപ്പൊ നമ്മളൊക്കെ പറയുക ഇവർക്കൊന്നും സ്നേഹമില്ലായിരുന്നു, ഖുലഫാഉർ റാഷിദീൻ സ്നേഹമില്ല എന്ന് പറയാൻ നമ്മൾ തയ്യാറാണോ? ഭാര്യമാർക്ക് സ്നേഹമില്ലായിരുന്നു പറയാൻ കഴിയോ? 100 കൊല്ലത്തോളം ജീവിച്ചിരുന്ന സഹാബത്തുണ്ട്, തലമുറയായി, അവർക്കുണ്ടായില്ല എന്നുണ്ടോ? ഇന്ന് നമുക്ക് മാത്രം ഇത് എവിടെ നിന്നുണ്ടായി? ഹിജ്റ 300-ന് ശേഷം ഷിയാക്കളിലെ ഫാത്തിമിയാക്കൾ ആണ് ഇതിന് തുടക്കം കുറിച്ചത്. എല്ലാത്തിന്റെ തുടക്കവും ഷിയാക്കളിൽ നിന്നാണ്. നമ്മൾ അതൊന്ന് നെഞ്ചേറ്റു എന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമിയാക്കളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. പിന്നീട് 300 വർഷം കഴിഞ്ഞ്
മുളഫർ എന്ന് പറയുന്ന രാജാവ് അതൊന്ന് ഉഷാറാക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് മൂപ്പരുടെ അധികാരം പോകാൻ സമയമായപ്പോൾ ഇത് കൊശാലാക്കി അധികാരം നിലനിർത്താൻ വേണ്ടി ചരിത്രം പറയുന്നത്, എന്റെ സ്വന്തം അഭിപ്രായം പറയുന്നതല്ല ഞാൻ ഇതൊന്നും, ഇങ്ങനെ വന്ന അത് തന്നെയാണ്. ഒരൊറ്റ വാചകം കൂടി ഞാൻ പറയട്ടെ. ബിദ്അത്താണിത് എന്ന് സമ്മതിച്ചുകൊണ്ട് സുന്നത്താക്കാൻ ശ്രമിക്കുന്ന ഒരു കർമ്മമാണ് ഈ റബീഉൽ അവ്വലിലെ ആഘോഷം. എന്തേ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ കൃത്യമായി പറയുന്നുണ്ട്. എഴുതപ്പെട്ട ഒരുപാട് ലേഖനങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെയൊക്കെ കൈകളിലുണ്ട്. അത് വെച്ചുകൊണ്ടായി സംസാരിക്കുന്നത്. ഹിജ്റ 300 ശേഷം വന്നു എന്ന് പറഞ്ഞാൽ ഉത്തമ നൂറ്റാണ്ടുകൾ ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. എന്താണത്? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ടാണെന്ന് പ്രവാചകൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ട്. പിന്നെ അതിന്റെ അടുത്ത നൂറ്റാണ്ട്, അതിനാണ് ഈ ഉത്തമ നൂറ്റാണ്ടെന്ന് 3 നൂറ്റാണ്ടുകളെ കുറിച്ച് അന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നാലും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇത് ബിദ്അത്താണ്. ഒരു കാര്യം ഇസ്ലാമിൽ പ്രവാചകന്റെ മാതൃകയില്ലാത്ത, സഹാബത്തിന്റെ മാതൃകയില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുകയും എന്നിട്ട് യറാഹ ഹസന, അത് നല്ല ബിദ്അത്താണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ ആരാണോ പറയുന്നത് അവൻ വാദിച്ചു എന്ത്? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന ഫിൽ റിസാല, അല്ലാഹുവിന്റെ റസൂല് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കലാണത് എന്ന് ഞങ്ങളില്ലതിന്, നമുക്കാവില്ലത്. റസൂൽ 23 കൊല്ലക്കാലം കൊണ്ട് മുഴുവനും പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനും നരകത്തിൽ നിന്ന് അകറ്റാനും പര്യാപ്തമായ മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നു എന്ന് വിശ്വസിക്കേണ്ടവരാണ് വിശ്വാസി. അപ്പൊ ഇത് റസൂലിന് അറിയില്ലായിരുന്നു. അതിപ്പോ ഞങ്ങൾ കണ്ടുപിടിച്ചു, നല്ല വിദ്യാർത്ഥാണ്. അതങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇതാണ് അവസ്ഥ. കാരണം ഇത് പറയുന്നത് ആരാണെന്നറിയോ? ഇമാം മാലിക് റഹിമഹുള്ളയാണ്. മാലിക് മദ്ഹബിന്റെ പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്ക്. ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ, അതായത് മതം പൂർത്തിയാക്കി തരുന്ന അന്ന് ദീനല്ലാതിരുന്ന എന്തൊക്കെയോ ഫലാ യകൂനുൽ യൗമ ദീന, ഇന്നും ദീനല്ല. സംശയമുള്ളവർ അൽ-ഇഅ്തിസാം, ഇമാം ഷാഫിഈയുടെ അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥം നോക്കിയാൽ ഇത് കാണാം. ഈ വാചകം ഒന്നും ഇല്ലാത്തത് ഈ മിമ്പറിൽ നിന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. ഇത് മിമ്പറാണ്, അതിൻ്റെ ഒരു ആധികാരികതയുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക, മതത്തിൽ യാതൊരു പിന്തുണയുമില്ലാത്ത, കാലങ്ങൾക്ക് ശേഷം കെട്ടിയുണ്ടാക്കപ്പെട്ട അത്തരം കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഇമാം ഫാക്കിഹാനിയൊക്കെ പറയുന്നത് വളരെ ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. ഈ മൗലിദിന് കിതാബിലോ സുന്നത്തിലോ ഒരു തെളിവും കാണാൻ കഴിയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നാണ് ഇമാം ഫാക്കിഹാനിയെ പോലെയുള്ള മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അവിടെ നിൽക്കാം. ബാക്കിയൊക്കെ വിദേഹത്ത് ഹസനത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് കൂലി കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. കൂലി കിട്ടണമെങ്കിൽ ഒരു ബേസ് ഉണ്ട്. ആ ബേസ് എന്താണ്? ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതിന് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ വെറുതെ ആവും. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ, റസൂല് പറഞ്ഞതും അങ്ങനെയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ മുഴുവൻ ആളുകളും അത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, ആ ചിന്താഗതി നമുക്ക് വേണ്ട. ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളല്ല നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ അമലുകൾ കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മുടെ അമലുകൾ കുറ്റമറ്റതാക്കാനും റസൂലിന്റെ സുന്നത്തുള്ളതാണെന്നും ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കാനുള്ള മാനസികാവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. അത് പ്രവാചകനോടുള്ള ഒരു സ്നേഹമല്ല, ഹുബ്ബുർ റസൂലല്ല, അത് നാട്ടിലെ ഹുബ്ബാണ്, ഏട്ടിലെ ഹുബ്ബ് വേറെയാണ് നേരത്തെ നാം മനസ്സിലാക്കി. അതുകൊണ്ട് ഏടുകളിലൂടെ നമുക്ക് കിട്ടിയ, പ്രമാണങ്ങളിലൂടെ നമുക്ക് കിട്ടിയ, ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കുന്ന ആ ഹുബ്ബുർ റസൂലിന്റെ ആളുകളായി തീരാൻ, എന്നിട്ട് ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിലെത്താൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ.
അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, മാരക രോഗങ്ങൾക്ക് വിധേയരായി വേദന സഹിച്ച് ജീവിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വേദനകളെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.